ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആണ് കേട്ടോ. വെയിറ്റ് ലോസ് എന്നും ഫാറ്റ് ലോസ് എന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം ഇതൊരു ഗ്രാമ്പൂട്ടിയാണ്. ഗ്രാമ്പൂട്ടീനെ കുറിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റും. രാവിലെ നമ്മൾ സാധാരണ ചായ കുടിക്കുന്നതിന് പകരം വെറും വയറ്റിൽ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായി അടിഞ്ഞു കൂടിയിരിക്കുന്ന കൊഴുപ്പുണ്ടല്ലോ, അതിനെ നന്നായിട്ട് ഉരുക്കി കളയാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ, അതായത് ആ ഒരു കൊഴുപ്പ് ഉരുകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് ലോസിനും സഹായിക്കും. അപ്പോൾ ചാടിയ വയറ് ഒതുങ്ങാനെല്ലാം വേണ്ടിയിട്ട് വളരെ നല്ലൊരു ഡ്രിങ്കാണിത്. തടിമെല്ലിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇത് രാവിലത്തെ ഒരു ഡ്രിങ്ക് ആയിട്ട് കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതായത് വെറും വയറ്റിൽ കുടിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളതും എങ്ങനെ കുടിക്കേണ്ടതെന്നുള്ളതെല്ലാം നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഗ്രാമ്പൂ ടീ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് ഗ്രാമ്പൂ കറുവപ്പട്ടിയുമാണ്. അപ്പോൾ കറുവപ്പട്ടേൻ്റെ ഒരു ചെറിയ കഷ്ണവും അതേപോലെ തന്നെ ഒരു 3 ഗ്രാമ്പൂ മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കറുവപ്പട്ട എടുക്കുന്നേരം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, ഒറിജിനൽ സിലോൺ സിന്നമൺ തന്നെ ആയിരിക്കണം. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കറുവപ്പട്ടയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് ദോഷകരമായി ബാധിക്കും. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും കറുവപ്പട്ട ഇട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും പ്രത്യേകം പറയാറുണ്ട്, നമ്മൾ ഒറിജിനൽ കറുവപ്പട്ട മാത്രമേ യൂസ് ചെയ്യാവൂ എന്നുള്ളത്. അപ്പോൾ ഞാൻ അതൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും ഒരു 3 അല്ലെങ്കിൽ 2 ഗ്രാമ്പുമാണ് ഞാനിപ്പോൾ ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പൊടിയാക്കണ്ട, ചതച്ചാൽ മതി. അപ്പോൾ അത് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ചതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഒരു ടീസ്പൂൺ എന്നെല്ലാം ഉള്ള കണക്കിൽ നിങ്ങൾ എടുത്താൽ മതി. ഒരു ടീസ്പൂൺ കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ട് ഇട്ടാൽ മതി. അതും ഒന്നും പേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ഒന്ന് ചതച്ചിടണം, എന്നാൽ അതിൻ്റെ എല്ലാ സത്തും അതിലേക്ക് ഇറങ്ങും. അതിനാണ്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം ഇട്ടതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല തിളച്ച വെള്ളമായിരിക്കണം കേട്ടോ. നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് അടച്ച് വെക്കണം. അടച്ചു വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ സത്തും അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ അടച്ചു വെച്ചതിന് ശേഷം മാത്രമേ ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. എന്നാൽ മാത്രമേ അതിൻ്റെ എല്ലാ സത്തും അതിലേക്ക് ഇറങ്ങും. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഒരു ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് തന്നെ ഇത് നമുക്ക് കുടിക്കാനുള്ള ഒരൊറ്റ ചൂടിലാവും. നല്ല തിളച്ച വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങേൻ്റെ അരമുറി കംപ്ലീറ്റ് ഒഴിക്കാൻ പാടില്ല. നമ്മൾ 1 ടേബിൾ സ്പൂണോളം മാത്രം ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീര് ഈ ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഒഴിച്ചു കൊടുക്കാവൂ. അതിന് മുന്നേ അടച്ചു വെക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഹണി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഹണി ഓപ്ഷണലാണ്, നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുശേഷം ഇതൊന്ന് അരിച്ചിട്ട് നമുക്ക് കുടിക്കുക. കാരണം എന്ന് വെച്ചാൽ അതിലൊത്ത് നമ്മളിട്ട സാധനങ്ങളെല്ലാം വായിൽ വരുന്നേരം നമുക്കൊരു ഇടങ്ങാറായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവരും ഇത് അരിച്ചിട്ട് കുടിക്കുക. രാവിലെ വെറും വയറ്റിൽ 1 ഗ്ലാസ് ദിവസവും കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ണം കുറയാം. അതായത് ശരീരത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന കൊഴുപ്പിനെ ഒരുക്കി കളയാനാണ് മെയിനായിട്ട് ഇത് സഹായിക്കുക. അടിവയറ്റിലുള്ള കൊഴുപ്പിനെല്ലാം ഒരുക്കി കളയാൻ വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.